ഓപ്പോയുടെ ഓപ്പോ F27 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ F27 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ F27 Proയിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വന്നേക്കാം. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 950 നിറ്റ്സ് ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷനും ഇതിൽ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആയിരിക്കും. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. പൊതുവേ എഫ് സീരീസിൽ കാണാത്തൊരു ഫീച്ചറാണ്. പക്ഷേ ഈ ഒരു എഫ് സീരീസിൽ വരുന്ന ഒരു ഫോണിൽ ഈ ഒരു ഫീച്ചർ വന്നേക്കാം. അതുപോലെ തന്നെ IP69 റേറ്റിംഗും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വളരെ കൂടി നല്ലൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റും ആയിരിക്കും. അപ്പം ഈ ഒരു എഫ് സീരീസിൽ വരുന്ന ഫോണിൽ ബിൽഡ് ക്വാളിറ്റിക്കും കൂടി അവർ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ SGS ഗോൾഡ് ലേബൽ 5 സ്റ്റാർ ഡ്രോപ്പ് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം നല്ല പ്രൊട്ടക്ഷനുമായിട്ടായിരിക്കും ഒരു സ്മാർട്ട് ഫോൺ വരിക. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ എഫ് സീരീസിൽ വരുന്ന ഫോണാണ്. പൊതുവേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊന്നും ഫോണിൽ വരാറില്ല. ഈ ഒരു ഫോണിൽ നമ്മൾ കാര്യങ്ങൾ അതുപോലെയൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മിക്കവാറും ഫോണിൻ്റെ വില 25,000 രൂപയ്ക്ക് മുകളിലായിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നുമല്ല ഇത്. ജസ്റ്റ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും വന്നേക്കാം. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുറച്ച് മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഓപ്പോ A3 Pro എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പോ F27 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 13 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കൺഫർമേഷൻ വന്നിട്ടില്ല. എന്തായാലും അടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുന്നതായിരിക്കും. കൺഫർമേഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഓപ്പോ A3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 25,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ ഫോണിന്റെ വില വരിക. നമുക്ക് ഒരു 25,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ F27 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.